അത്ഭുതങ്ങളാണെന്ന് പറഞ്ഞ് കാണിക്കുന്നതും തൊടുമ്പോൾ മറിഞ്ഞു വീഴുന്നതും അല്ലെങ്കിൽ ഇപ്പം രോഗം മാറി എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ ശരിക്കും ആ ഒരു ഭാഗം തന്നെയല്ലേ. പെട്ടെന്ന് രോഗം വേദന മാറിയല്ലേ, നടുവേദന പെട്ടെന്ന് യേശുവിൻ്റെ നാമത്തിൽ പോട്ടെ എന്ന് പറയുമ്പോൾ മാറുന്നതൊക്കെ ശരിക്കും അത് ആ ഒരു ഇത് തന്നെ ആയിരിക്കത്തില്ലേ. ഇതിൻ്റെ ഒരു പ്രധാന ഭാഗം സൈക്കോസോമാറ്റിക് ഇഷ്യൂസ് ഉണ്ട്. സൈക്കോ എന്ന് വെച്ചാൽ മനസ്സും, സോമാറ്റിക് എന്ന് വെച്ചാൽ ബോഡി. ഓക്കെ. മനസ്സും ശരീരമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മിക്ക ഇഷ്യൂസിനെയും നമ്മളൊന്ന് എക്സേർട്ട് ചെയ്തോ അല്ലെങ്കിൽ നമ്മളൊന്ന് എക്സ്പെൽ ചെയ്ത് നമ്മുടെ പ്രശ്നത്തിൽ ഒന്ന് പുറത്തേക്ക് കളഞ്ഞാൽ അത് റിലീസാവും, ടെൻഷൻ റിലീസാവും. പണ്ടൊക്കെ നമ്മൾ തിയേറ്ററിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമ എന്ന സമയത്ത് കേരളത്തിലുള്ള ഒട്ടുമിക്ക ഫ്രസ്ട്രേഷനുള്ള ആളുകളും തിയേറ്ററിൽ പോയി തെറി പറയും, കൂവ് ചെയ്തു. അവർ റിലാക്സ് ആയി, അവർ എക്സേർട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴേക്കും പാടുക, ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്ത് പാടുക, ഡാൻസ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു എക്സേർഷനാണ്. ഇപ്പോൾ മോഡേൺ ഡേയിൽ നോക്കുമ്പോഴെങ്കിലും നമ്മളിപ്പോൾ പറയാം, ഇപ്പോൾ പബ്ബുകൾ അല്ലെങ്കിൽ ഡാൻസ് ബാറുകളിൽ ഡാൻസിങ് ഇറ്റ് അല്ല എക്സെപ്റ്റ് അത് കഴിയുമ്പോഴേക്കും റിലാക്സ്ഡ് ആയി. ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇപ്പോൾ പല റിലീജിയസ് സെൻറ്ററുകൾ ഉപയോഗിച്ച് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ റിലാക്സ്ഡ് ആവും. അപ്പോൾ സൈക്കോ സൊമാറ്റിക് മനസ്സ് റിലാക്സ് ആയി കഴിയുമ്പോൾ ശരീരത്തിൽ നമ്മുടെ സ്ട്രെസ്സ് കുറയും. സാധാരണ കേസിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഡെയിലി സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അത് നമ്മൾ ലോഡ് ചെയ്യുന്നത് നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലായിരിക്കും. അപ്പോൾ നെർവസ് സിസ്റ്റത്തിൽ ലോഡ് ചെയ്യുമ്പോൾ നെർവെൻറ്റി നമ്മുടെ ശരീരം മുഴുവൻ നെർവസ് സിസ്റ്റം ആണല്ലോ. അപ്പോൾ എവിടെ തൊട്ടാലും പ്രശ്നമായിരിക്കും, പെയിൻ, നടുവേദന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. സ്ട്രെസ് റിലീസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരം ഹീമോസ്റ്റേസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഒരു സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം പതുക്കെ ആക്ട് ചെയ്യാൻ തുടങ്ങും, ബാലൻസ്ഡ് ആവും. മോസ്റ്റ് ഓഫ് ദ സൈക്കോസോമാറ്റിക് ഡിസീസസ് അപ്പോൾ തന്നെ ഹീലാവും, ഇൻസ്റ്റൻ്റ്ലി റിലീസ് ചെയ്തു. പക്ഷേ അത് റിക്കറൻ്റാണ്. വീണ്ടും ഇതുവരെ സെയിം സ്ട്രെസ് പോയി കഴിഞ്ഞാൽ പിന്നെ അത്